ഒരു മനുഷ്യനിൽ നിന്ന് സകല മനുഷ്യരും ഉണ്ടായി എന്ന് ബൈബിളിൽ പറയുന്ന വസ്തുത ശരിയാണ്. ഈ വിഷയമാണ് ഇന്ന് പരിശോധിക്കുവാൻ പോകുന്നത്. അതിന് ബൈബിളിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു വാക്യം നിങ്ങളുടെ മുമ്പാകെ വായിച്ച് കേൾപ്പിച്ച് തുടർന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ആ വാക്യം പുതിയ നിയമത്തിലെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യമാണ്. ആ വാക്യം നിങ്ങളുടെ മുമ്പാകെ വായിക്കുന്നു. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി, അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ഈ വാക്യം പറയുന്നത് ഒരു മനുഷ്യനിൽ നിന്നാണ് ദൈവം ലോകത്തിൽ നിന്ന് കാണുന്ന സകല മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ലോകത്തിലെ 5 വൻകരകളിൽ ഇന്ന് താമസിക്കുന്നു. അനേക കാലഘട്ടങ്ങളായി ബൈബിളിലെ ഈ പറയുന്ന വാക്യത്തോട് എതിർത്തുകൊണ്ട് പല പഠനങ്ങളും ഇന്ന് മുന്നോട്ട് വരുന്നുണ്ട്. എന്നാൽ ഇന്ന് ആധുനികമായിട്ട് നടത്തിയിരിക്കുന്ന പഠനങ്ങളുടെ വെളിച്ചത്തിൽ ബൈബിളിൽ പറയുന്ന ഈ വാക്യം ശരിയാണെന്ന് സമർത്ഥിക്കുകയാണ്. അതിന് ഈ അടുത്തിടെ നടന്ന അനേക പഠനങ്ങളുണ്ട്. ആ ശാസ്ത്രശാഖയ്ക്ക് പറയുന്നത് പോപ്പുലേഷൻ ജെനറ്റിക്സ് അഥവാ ജനങ്ങളുടെ ജനിതക ശാസ്ത്ര പഠനം എന്ന ഒരു പുതിയ വിഷയത്തിൽ അനേക ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഗവേഷണങ്ങൾ നടത്തിയതായ ചില ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ കാര്യം നിങ്ങളുടെ മുമ്പാകെ പങ്കുവെക്കുകയാണ്. അതിന് അലൻ ചാൾസ് വിൽസൺ എന്ന് പറയുന്ന അമേരിക്കൻ ബയോകെമിസ്റ്റ് താനും തൻ്റെ ഒരു സംഘം ശാസ്ത്രജ്ഞന്മാരും ചേർന്ന് മനുഷ്യൻ്റെ DNA കുറിച്ച് പഠനം നടത്തി. 5 വൻകരകളിലുള്ള 5 ഭൂഖണ്ഡങ്ങളിലുള്ള അനേക വ്യക്തികളുടെ DNA ശേഖരിച്ച് അവർ ആ DNA പഠനങ്ങൾ നടത്തി. അങ്ങനെ DNA വെച്ച് പഠനം നടത്തിയപ്പോൾ ഒരു ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ് അവർ പുറത്തുവിട്ടത്. അതിപ്രകാരമാണ് ഈ 5 ഭൂഖണ്ഡങ്ങളിലെ മനുഷ്യരെല്ലാം തന്നെ ഒരു മാതാവിൽ നിന്നാണ് ഉണ്ടായത്. അത് ആഫ്രിക്കയിൽ നിന്ന് ഉത്ഭവിച്ചതായ ഒരു മാതാവിൽ നിന്നാണ് ഈ 5 ഭൂഖണ്ഡങ്ങളിലെയും മനുഷ്യർ ഉണ്ടായിരിക്കുന്ന എന്ന ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് അവർ നടത്തിയത്. അങ്ങനെ അവർ പറഞ്ഞതായിട്ടുള്ള ആ മാതാവിന് ഒരു പേര് നൽകിയിരിക്കുന്നത് മൈറ്റോകോൺട്രിയൽ ഈവ് എന്നാണ്. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ കോശങ്ങളിലെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ക്രോമസോമിൽ, ആ ക്രോമസോമിൻ്റെ വെളിയിൽ അല്ലെങ്കിൽ കോശത്തിൻ്റെ വെളിയിൽ കാണുന്ന മൈറ്റോകോൺട്രിയ, ആ മൈറ്റോകോൺട്രിയ സ്ത്രീകൾക്ക് മാത്രമാണ് പ്രധാനമായിട്ടുള്ളത്, പുരുഷന്മാർക്കുണ്ട്. എന്നാൽ സ്ത്രീകളിലെ ഈ മൈറ്റോകോൺട്രിയയാണ് പാരമ്പര്യത്തെ നിർണ്ണയിക്കുന്നത്. സ്ത്രീയും പുരുഷനും തമ്മിൽ സംയോഗം നടത്തുമ്പോൾ സ്ത്രീകളുടെ മൈറ്റോകോൺട്രിയ മാത്രം നിലനിൽക്കുകയും അത് തലമുറകളിലേക്ക് കൈമാറുകയും പുരുഷന്മാരുടെ മൈറ്റോകോൺട്രിയ, പുരുഷൻ്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും തമ്മിൽ യോജിക്കുമ്പോൾ പുരുഷന്മാരുടെ മൈറ്റോകോൺട്രിയ മുറിഞ്ഞ് വെളിയിലേക്ക് പോകുന്നു. അതിനർത്ഥം അത് സന്താനങ്ങളിലേക്ക് പോകുന്നില്ല. എന്നാൽ സ്ത്രീകളുടെ ഈ മൈറ്റോകോൺട്രിയ സന്താന പരമ്പരകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ഈ അലൻ വിൽസൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനും തൻ്റെ കൂട്ടുകാരും ചേർന്ന് ഈ മൈറ്റോകോൺട്രിയയെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയപ്പോൾ ഒരു സ്ത്രീയിൽ അവസാനം ഇത് എത്തിച്ചേരുകയാണ്. അവർ പറയുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലുണ്ടായിരുന്ന ഒരു പൊതു പൂർവികയായ ഒരു സ്ത്രീയിൽ നിന്നാണ് ലോകത്തിലെ സകല മനുഷ്യരും ഉണ്ടായിരിക്കുന്നത് എന്ന കണ്ടെത്തലിലേക്ക് അവർ വന്നു. അപ്പോൾ തന്നെ അവർ പുരുഷന്മാരുടെ പാരമ്പര്യത്തെക്കുറിച്ചുള്ള പഠനം നടത്തി. അതിന് അവർ പേരിട്ടിരിക്കുന്നത് വൈ ക്രോമസോം ആദം എന്നാണ് പറയുന്നത്. വൈ ക്രോമസോം ആദം എന്നവർ പറയുമ്പോൾ ഒരു പേര് നൽകിയിരിക്കുകയാണ്. ബൈബിളിൽ പറയുന്ന ആദം എന്നുള്ള അർത്ഥത്തിൽ അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും ആദമിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ആ കണ്ടുപിടുത്തത്തിന് അവർ പേരിട്ടിരിക്കുന്നത്. വൈ ക്രോമസോം ആദം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ ക്രോമസോം, പുരുഷന്മാർക്ക് XY ക്രോമസോമാണ്. അതിൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് നിർണ്ണയിക്കുന്നത്
ഈ ക്രോമസോം ഈ എക്സും വൈയുമാണ്. അതായത് പുരുഷനും സ്ത്രീയും തമ്മിൽ യോജിക്കുമ്പോൾ പുരുഷൻ്റെ എക്സ് ക്രോമസോം സ്ത്രീയുടെ ക്രോമസോം ഇതുമായിട്ട് ചേരുമ്പോൾ 2 എക്സ് ഉണ്ടെങ്കിൽ അത് അത് പെൺകുട്ടിയായിരിക്കും. അതുപോലെ പുരുഷൻ്റെ വൈയും സ്ത്രീയുടെ എക്സ് ക്രോമസോമും തമ്മിൽ ചേരുമ്പോൾ അത് ആൺകുട്ടിയായിരിക്കും. ഈ അടിസ്ഥാനത്തിൽ ഒരു പഠനം നടത്തിയപ്പോൾ പുരുഷന്മാരുടെ വൈ ക്രോമസോമിനെ കുറിച്ച് പഠനം നടത്തുമ്പോൾ അതും ചെന്ന് നിൽക്കുന്നത് ഒരു പൊതുപൂർവികനിലാണ്. ആ പൊതുപൂർവികന് അവരിട്ടിരിക്കുന്ന പേര് വൈ ക്രോമസോം ആദം എന്നാണ്. ഈ ഒരു പഠനം വളരെയധികം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ തന്നെ മറ്റൊരു അമേരിക്കൻ ജനിതക ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡേവിഡ് റെയ്ഷ് എന്ന് പറയുന്ന ഒരു ജനിതക ശാസ്ത്രജ്ഞൻ ഇന്ത്യയിലെ DNA ശേഖരിച്ചുകൊണ്ട്, ഇന്ത്യയിലെ ജനങ്ങളിലെ 18,000-ഓളം DNAകൾ ശേഖരിച്ചുകൊണ്ട് ജർമ്മനിയിലുള്ള മാക്സ് പ്ലാങ്ക് ലബോറട്ടറിയിൽ ഈ ജനിതക പഠനം നടത്തി. അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യൻ ജനതയെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ മാതാവിൻ്റെ മൈറ്റോകോൺട്രിയയെക്കുറിച്ചുള്ള പഠനം നടത്തുമ്പോൾ അത് പുറകോട്ട് പോയി ആഫ്രിക്കയിലെ ഒരു സ്ത്രീയിൽ ചെന്ന് നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ പുരുഷന്മാരുടെ വൈ ക്രോമസോമിനെ കുറിച്ച് പഠിച്ചപ്പോൾ അങ്ങനെ പുറകോട്ട് പോയി ആഫ്രിക്കയിലുള്ള ഒരു പുരുഷനിൽ നിന്ന് എത്തിച്ചേരും. അപ്പോൾ ബൈബിളിൽ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഈ ശാസ്ത്രജ്ഞന്മാർ അംഗീകരിക്കുന്നില്ലെങ്കിലും ഇന്ന് കണ്ടെത്തിയിരിക്കുന്നതായ ശാസ്ത്രീയ സത്യങ്ങൾ ബൈബിളിൽ പറയുന്ന മനുഷ്യനെക്കുറിച്ചുള്ള ഉൽപ്പത്തി വിവരണവുമായി ഒത്തുപോകുന്നതാണ്. അതിന് ഞങ്ങൾ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവം ഒരു മനുഷ്യനിൽ നിന്ന് സകല മനുഷ്യരെയും ഉളവാക്കി. ഇവർ പറയുന്നത് ആദാമും അല്ലെങ്കിൽ ഹവ്വ എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു പൊതുപൂർവികനായിട്ടുള്ള ഒരു സ്ത്രീയും ഒരു പുരുഷനുമുണ്ട്. അവർക്ക് പൊതുവായിട്ടുള്ള കോമൺ ആൻസസ്റ്റർ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു പൂർവികരുണ്ടായിരിക്കാം. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ മാത്രമാകണമെന്നില്ല, ഒന്നിലധികം സ്ത്രീകളുണ്ടാകാം. അതുപോലെ തന്നെ പുരുഷന്മാരും വേണമെങ്കിൽ ഒന്നിലധികം ഉണ്ടാകാം. എങ്കിലും അവരെത്തിച്ചേരുന്നത് ഒരു പുരുഷനിലേക്കും ഒരു സ്ത്രീയിലേക്കുമാണ് അവസാനം എത്തിച്ചേരുന്നു എന്നാണ് അവരുടെ പഠനം തെളിയിക്കുന്നത്. ഇത് വെച്ച് നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നത്, മനുഷ്യൻ തൻ്റെ ഭാര്യയ്ക്ക് ഹവ്വ എന്ന് പേരിട്ടു, അവൾ ജീവനുള്ളവർക്കൊക്കെയും മാതാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹവ്വയെക്കുറിച്ച് പറയുന്നത് അവൾ ജീവനുള്ള എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ സകല മനുഷ്യർക്കും മാതാവ് എന്നാണ്. പലപ്പോഴും ബൈബിളിലെ ഈ വിഷയങ്ങൾ ശാസ്ത്രലോകം കഥകളായിട്ടും നിരീശ്വരവാദികൾ കഥകളായിട്ടുമാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു ചോദ്യം, ഇത് കഥയാണെങ്കിൽ ഈ പറയുന്ന നിങ്ങൾ ഇപ്പോൾ പഠിച്ച് വെളിയിലേക്ക് വിട്ടിരിക്കുന്ന കണ്ടെത്തലുകൾ ബൈബിളിൽ പറയുന്ന കാര്യവുമായിട്ട് ഒത്തുപോകുന്നു. നിങ്ങളുടെ കണ്ടെത്തലുകൾക്ക് ശേഷമാണ് ബൈബിൾ എഴുതിയതെങ്കിൽ ഇത് കഥയാണെന്ന് പറയാം. എന്നാൽ ഈ അടുത്ത നാളുകളിലെ പഠനങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയിരിക്കുന്ന ബൈബിൾ സത്യങ്ങളുമായിട്ട് ഒത്തുപോകുന്നു. അതിനർത്ഥം എന്താണ്? മനുഷ്യൻ ഉണ്ടായിരിക്കുന്നത് ദൈവ സൃഷ്ടിയും അത് ആദ്യത്തെ ഒരു മനുഷ്യനിൽ നിന്നും ആദ്യത്തെ ഒരു സ്ത്രീയിൽ നിന്നുമാണ്. ആദ്യത്തെ മനുഷ്യനായ ആദാം, സ്ത്രീയായ ഹവ്വ, ഇതാണ് ബൈബിളിൽ പറയുന്നത്. എന്നാൽ ഇന്ന് ശാസ്ത്രം പറയുന്നത് ഈ ആദ്യത്തെ പുരുഷനും ആദ്യത്തെ സ്ത്രീക്കും ചിലപ്പോൾ പൊതുപൂർവികരുണ്ടാകാം, അല്ലെങ്കിൽ ഒന്നിലധികം സ്ത്രീകളുണ്ടാകാം. ഇതിന് ബൈബിൾ മറ്റൊരു തെളിവാണ് നൽകുന്നത്. ആദാമിൻ്റെ പാരമ്പര്യം പഠിച്ചു വരുമ്പോൾ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വലിയൊരു പ്രളയം ഭൂമുഖത്തുണ്ടാകുകയും കേവലം 8 മനുഷ്യർ മാത്രം ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ബാക്കിയുള്ള മനുഷ്യരെല്ലാം പ്രളയത്തിൽ നശിച്ചുപോയി. അതൊരു നോഹ എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് ഒരു പെട്ടകമുണ്ടാക്കി ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആ ജലപ്രളയം കഴിഞ്ഞപ്പോൾ നോഹയും തൻ്റെ ഭാര്യയും 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും ഭൂമിയിലേക്ക് ഇറങ്ങി. ആ നോഹയുടെ 3 മക്കളായ ഷേം, ഹാം, ജാഫെത്ത്, ഈ 3 പേരിൽ നിന്നാണ് ലോകത്തിലെ സർവ്വ മനുഷ്യരും ഉണ്ടായിരിക്കുന്നതെന്നാണ് ബൈബിൾ പറയുന്നത്. അത് ഷേം എന്ന് പറയുന്നതായ ആദ്യത്തെ മകൻ, ആ വ്യക്തിയുടെ പൂർവികരാണ്, പിന്നീടുള്ള ശേഷമുള്ളവരാണ് ഇന്ന് അറിയപ്പെടുന്ന യഹൂദന്മാരും
അറേബ്യൻ പ്രദേശത്തുള്ള ജനസമൂഹങ്ങൾ. രണ്ടാമത്തെ ഹാമിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ് ആഫ്രിക്കൻ ജനത. ജാഫേത്ത് എന്ന് പറയുന്ന നോഹയുടെ മൂന്നാമത്തെ പുത്രൻ്റെ പിൻഗാമികളാണ് ഇന്നത്തെ യൂറോപ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്ന ഒരു സത്യം ഇതുമായി ഒത്തുപോവുകയാണ്. അവർ പറയുന്നത് ഒന്നിലധികം സ്ത്രീകളുണ്ടാകാം. അതെ, നോഹയുടെ 3 ആൺമക്കൾക്കുണ്ടായ 3 ഭാര്യമാരിൽ നിന്ന് ആണ് പിന്നീട് ഈ വംശം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ലോകത്തിലെ മനുഷ്യർ വ്യത്യസ്തരായിട്ട് കാണുന്നത്. ഇന്ത്യയിലേക്ക് 3 തരത്തിലുള്ള മനുഷ്യർ കുടിയേറിയെന്നാണ് ഈ ഡേവിഡ് റേഷും അതുപോലെ തന്നെ നരവംശാസ്ത്രം പഠിക്കുന്ന ആൾക്കാർ പറയുന്നത്. അതിനർത്ഥം എന്താണ്? ഈ നോഹയുടെ 3 മക്കളുടെ വംശപാരമ്പര്യത്തിൽപ്പെട്ട ജനസമൂഹങ്ങളാണ് ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തിലേക്കും ആഫ്രിക്ക എന്ന ഭൂഖണ്ഡത്തിലേക്കും യൂറോപ്യൻ ഭൂഖണ്ഡത്തിലേക്കും കുടിയേറി പാർത്ത് ഇന്ന് കാണുന്ന 850 കോടി ജനതയ്ക്ക് കാരണമായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, ബൈബിൾ വെളിപ്പെടുത്തുന്ന സത്യം ഒരിക്കലും ആർക്കും വിസ്മരിക്കുവാൻ സാധിക്കുകയില്ല. കാരണം സർവശക്തനായ ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതും ഇതെല്ലാം സൃഷ്ടിച്ച് ഇത്ര മനോഹരമാക്കിയത്. ആ ദൈവം സൃഷ്ടിച്ചതായ ആദ്യത്തെ മനുഷ്യൻ ആദാം, അവന് ഭാര്യയെ നൽകി ഹവ്വ. അവരിൽ നിന്നാണ് ലോകത്തിലെ സർവ്വ മനുഷ്യരും ഉണ്ടായിരിക്കുന്നതെന്ന ബൈബിൾ മുന്നോട്ട് വെക്കുന്ന വാദം ഇന്ന് ശാസ്ത്രം അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് പോപ്പുലേഷൻ ജെനറ്റിക്സ് എന്ന് പറയുന്ന ആ ശാസ്ത്രശാഖയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ മനുഷ്യരും പുറകോട്ട് പോകുമ്പോൾ ഒരു പൊതു പൂർവികന്മാരിൽ എത്തിച്ചേരുന്നു. ഒരു മാതാവിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയിലേക്കും ഒരു പുരുഷനിലേക്കും എത്തിച്ചേരുന്നു. അതാണ് ബൈബിൾ പറയുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു കഴിഞ്ഞ് ദൈവം ആദ്യമായൊരു പുരുഷനെയും ഒരു സ്ത്രീയെയും സൃഷ്ടിച്ചു. അവരിൽ നിന്നാണ് സകല മനുഷ്യരും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് പോപ്പുലേഷൻ ജെനറ്റിക്സ് ഇന്ന് വെളിപ്പെടുത്തുന്ന സത്യം, ബൈബിൾ നൽകുന്ന മനുഷ്യനെക്കുറിച്ചുള്ള വിവരണം ശരിയാണെന്നാണ്. ഞങ്ങളിവിടെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ കമൻറ്റുകളും ഞങ്ങളെ അറിയിക്കാം. എന്നാൽ ബൈബിൾ പൂർണ്ണമായും സത്യമാണ്. ആ സത്യം വചനമായ ബൈബിൾ വെളിപ്പെടുത്തുക എന്നതാണ് മനുഷ്യരുടെ അവർക്ക് കിട്ടിയിരിക്കുന്ന മനുഷ്യൻ്റെ പ്രയത്നവും അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ നിയോഗവും. ശാസ്ത്രവും ബൈബിളും ഒരിക്കലും വൈരുദ്ധ്യം വരുന്നില്ല. അത് രണ്ടും ഒത്തുപോകുന്നതാണ്. ശാസ്ത്രീയ സത്യങ്ങൾ ഇന്ന് ബൈബിൾ പറയുന്ന മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള വിവരണം ശരിയാണെന്ന് സമ്മതിച്ചുകൊണ്ട് ഒരു പുതുപൂർവികനിലേക്കും ഒരു സ്ത്രീയിലേക്കും ഒരു പുരുഷനിലേക്കും എത്തിച്ചേർന്നുകൊണ്ട് ബൈബിൾ പറയുന്ന ആദാമിലും ഹവ്വയിൽ നിന്ന് ദൈവം സകല മനുഷ്യരെയും ഉണ്ടാക്കി. ആ വാക്യമാണ് ഞങ്ങൾ പറഞ്ഞത്. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ഈ വാക്യം എത്രയോ ശരിയാണ്. അതുകൊണ്ട് ദൈവത്തെ നാം മനസ്സിലാക്കുവാനും ബൈബിൾ സത്യങ്ങളെ വിശ്വസിക്കുവാനും ഞങ്ങളുടെ പ്രിയ സ്നേഹിതന്മാർക്ക് ഈ വിശദീകരണം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ